Network News is brought to you in association with Kallarikals Gold Park, manufacturers and wholesalers, Main Road, Payyannur. പയ്യന്നൂർ റൂറൽ ബാങ്ക് വിശ്വാസ്യതയുടെ സേവനത്തിന്റെ 7 പതിറ്റാണ്ടുകൾ. മധുരിക്കും ഓർമ്മകളാൽ മനസ്സ് കുളിരട്ടെ. കൃഷ്ണ ട്രേഡേഴ്സ്, ലത്തീഫിയ സ്കൂളിന് സമീപം, ബൈപാസ് റോഡ്, പയ്യന്നൂർ. Manohar Jewelries, Jewel House, Jewel Junction, Payyannur since 1938. Pavan Golden Diamond, Gold, Diamond, Silver and Birthstone. Malabar Golden Diamonds, celebrate the beauty of life. Juju Golden Diamonds, Central Bazaar, Payyannur. നമസ്കാരം. നെറ്റ്വർക്ക് ന്യൂസ് അവറിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. കേരളത്തിൽ തുടർഭരണത്തിന് വീണ്ടും ഒരു തുടർച്ചയുണ്ടാക്കാൻ സാധിക്കുന്ന സാഹചര്യം രൂപപ്പെട്ടിട്ടുണ്ടെന്ന് CPIM അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി MA ബേബി. CPIM പയ്യന്നൂർ ഏരിയ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ പയ്യന്നൂർ ഗാന്ധി പാർക്കിൽ സംഘടിപ്പിച്ച ജർമ്മൻ രാഷ്ട്രീയത്തിൽ മാനവരാശിയുടെ ചെങ്കൊടി ഉയർന്നതിന്റെ 80ാം വാർഷികാഘോഷം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കേരളത്തിൽ പശുവളർത്തൽ ലാഭകരമല്ലെന്ന് പറയുന്നത് ശരിയല്ലെന്ന് മന്ത്രി ജെ ചിഞ്ചുറാണി. ഇടയിലക്കാട് ക്ഷീരസഹകരണ സംഘത്തിന്റെ ഹൈജീനിക് മിൽക്ക് കളക്ഷൻ കേന്ദ്രത്തിന്റെ ഉദ്ഘാടനവും ക്ഷീരവികസന വകുപ്പിന്റെ നേതൃത്വത്തിൽ സംഘടിപ്പിക്കുന്ന സംസ്ഥാനത്തെ ആദ്യ ക്ഷീര കർഷക സംഗമവും ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അവർ. ലോകത്തിന്റെ ഏത് കോണിലുമുള്ള തീവ്രവാദികളെയും തകർക്കാൻ ഭാരത സർക്കാരും സേനയും സജ്ജരും പ്രാപ്തരുമാണെന്ന് തെളിയിക്കുന്നതാണ് ഓപ്പറേഷൻ സിന്ദൂർ എന്ന് BJP ദേശീയ നിർവാഹക സമിതി അംഗം PK കൃഷ്ണദാസ് അഭിപ്രായപ്പെട്ടു. പുതിനൂരിൽ നിർമ്മിച്ച KG മാരാർ സ്മൃതി മന്ദിരം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു PK കൃഷ്ണദാസ്. വാർത്തകൾ വിശദമായി. CPIM പയ്യന്നൂർ ഏരിയ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ജർമ്മൻ രാഷ്ട്രീയത്തിൽ മാനവരാശിയുടെ ചെങ്കൊടി ഉയർന്നതിന്റെ 80ാം വാർഷികാഘോഷം സംഘടിപ്പിച്ചു. പയ്യന്നൂർ ഗാന്ധി പാർക്കിൽ CPIM അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി MA ബേബി ഉദ്ഘാടനം ചെയ്തു. കേരളത്തിൽ തുടർഭരണത്തിന് വീണ്ടുമൊരു തുടർച്ചയുണ്ടാക്കാൻ സാധിക്കുമെന്ന സാഹചര്യം രൂപപ്പെട്ടിട്ടുണ്ടെന്ന് MA ബേബി. CPIM പയ്യന്നൂർ ഏരിയ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ജർമ്മൻ രാഷ്ട്രീയത്തിൽ മാനവരാശിയുടെ ചെങ്കൊടി ഉയർന്നതിന്റെ 80ാം വാർഷികാഘോഷം സംഘടിപ്പിച്ചു. പയ്യന്നൂർ ഗാന്ധി പാർക്കിൽ CPIM അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി MA ബേബി ഉദ്ഘാടനം ചെയ്തു. കേരളത്തിൽ തുടർഭരണത്തിന് വീണ്ടും ഒരു തുടർച്ചയുണ്ടാക്കാൻ സാധിക്കുന്ന സാഹചര്യമാണുള്ളതെന്ന് MA ബേബി അഭിപ്രായപ്പെട്ടു. ആ തുടർഭരണത്തിനൊരു തുടർച്ചയുണ്ടാക്കാൻ കഴിയുമെന്ന സാഹചര്യം ഇന്ന് കേരളത്തിൽ രൂപപ്പെട്ടിട്ടുണ്ട്. ഇന്ത്യയിൽ ഇന്ന് നിലനിൽക്കുന്ന സങ്കീർണമായ രാഷ്ട്രീയ സാഹചര്യത്തിൽ കേരളത്തിലെ ഇടതുഭരണ തുടർച്ച 3ാം ഊഴത്തിലേക്ക് വികസിക്കുന്നത് ഇന്ത്യൻ രാഷ്ട്രീയം ഒരു ഇടതുപക്ഷ രാഷ്ട്രീയ ബദലിന് വേണ്ടിയുള്ള അന്വേഷണങ്ങളെ ശക്തമാക്കുമെന്നും MA ബേബി പറഞ്ഞു. ഇന്ത്യയിൽ ഇന്ന് നിലനിൽക്കുന്ന വളരെ സങ്കീർണമായ രാഷ്ട്രീയ സാഹചര്യത്തിൽ കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഭരണ തുടർച്ച ഒരു 3ാം ഊഴത്തിലേക്ക് വികസിക്കേണ്ടത് ഇന്ത്യൻ രാഷ്ട്രീയം ഒരു ഇടതുപക്ഷ ജനാധിപത്യ ബദലിന് വേണ്ടി നടത്തുന്ന അന്വേഷണങ്ങളെ ശക്തമാക്കും. TI മധുസൂദനൻ MLA അധ്യക്ഷനായി. KK രാഗേഷ്, P സന്തോഷ്, C കൃഷ്ണൻ, V കുഞ്ഞികൃഷ്ണൻ, സരിൻ ശശി, V നാരായണൻ, KP ജ്യോതി, KK ഗംഗാധരൻ തുടങ്ങിയവർ സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ് പയ്യന്നൂർ. കേരളത്തിൽ പശുവളർത്തൽ ലാഭകരമല്ലെന്ന് പറയുന്നത് ശരിയല്ലെന്ന് മന്ത്രി ജെ ചിഞ്ചുറാണി. ഇടയിലക്കാട് ക്ഷീരസഹകരണ സംഘത്തിന്റെ ഹൈജീനിക് മിൽക്ക് കളക്ഷൻ കേന്ദ്രത്തിന്റെ ഉദ്ഘാടനവും ക്ഷീരവികസന വകുപ്പിന്റെ നേതൃത്വത്തിൽ സംഘടിപ്പിക്കുന്ന സംസ്ഥാനത്തെ ആദ്യ ക്ഷീര സംഗമവും ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അവർ. മനുഷ്യർക്ക് ചികിത്സ ലഭിക്കുന്ന തരത്തിൽ മൃഗങ്ങൾക്കും ചികിത്സ ഉറപ്പുവരുത്തുന്നതിന് വീട്ടുമുറ്റത്ത് സേവനവും മരുന്നുകളും എത്തിക്കുന്ന സംവിധാനം ആരംഭിച്ചിട്ടുണ്ട്. കർഷകരെ സഹായിക്കാൻ സർക്കാർ വിവിധ പദ്ധതികൾ ഇത്തരത്തിൽ നടപ്പാക്കുമ്പോൾ അവ പ്രയോജനപ്പെടുത്തുവാൻ കർഷകരും സംഘങ്ങളും മുന്നോട്ട് വരണം. പശുക്കളെ വാങ്ങുവാൻ പലിശരഹിത വായ്പയും നൽകുന്നുണ്ട്. അതും ഉപയോഗപ്പെടുത്തണം. പാലുൽപാദനം കൂട്ടുവാൻ എല്ലാ ഭാഗത്തു നിന്നും ശ്രമമുണ്ടാകണമെന്നും മന്ത്രി പറഞ്ഞു. നമ്മുടെ രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയാണ്. ലോകരാജ്യങ്ങളെടുത്താൽ ഏറ്റവും മുന്നിൽ നിൽക്കുന്ന ഒരു രാജ്യം പാലുൽപാദന രംഗത്ത് ഇന്ത്യയാണ്. നമുക്കറിയാം, പാവപ്പെട്ട ക്ഷീരകർഷകർ
അവർ പശുക്കളെ വളർത്തി ആ പാലിലൂടെ നമ്മുടെ രാജ്യം അറിയപ്പെടുക എന്ന് പറഞ്ഞാൽ വലിയ അഭിമാനമാണ്. നമ്മുടെ രാജ്യം തന്നെ എടുത്ത് പരിശോധിക്കുമ്പോൾ ഏറ്റവും കൂടുതൽ ഉൽപാദനക്ഷമതയിൽ മുന്നിട്ട് നിൽക്കുന്നത് പഞ്ചാബ് എന്ന് പറയുന്ന സംസ്ഥാനമാണ്. ഇടയിലേക്കാട് ക്ഷീരസഹകരണ സംഘം പരിസരത്ത് നടന്ന ചടങ്ങിൽ നീലേശ്വരം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് മാധവൻ മണിയറ അധ്യക്ഷത വഹിച്ചു. ബ്ലോക്ക് പരിധിയിൽ ക്ഷീരമേഖലയിൽ മികവ് തെളിയിച്ച കർഷകരെ ആദരിച്ചു. ക്ഷീരകർഷക സെമിനാറിൽ ഗുണമേന്മയുള്ള പാലുൽപാദനത്തിലൂടെ മെച്ചപ്പെട്ട വരുമാനം എന്ന വിഷയത്തിൽ കാഞ്ഞങ്ങാട് ക്ഷീരവികസന ഓഫീസർ PV മനോജ് കുമാറും കന്നുകാലികളിലെ രോഗങ്ങളും പരിഹാരമാർഗങ്ങളും എന്ന വിഷയത്തിൽ പടന്നക്കാട് കാർഷിക കോളേജ് അസിസ്റ്റന്റ് പ്രൊഫസർ ഡോക്ടർ വന്ദന മോഹനും ക്ലാസ് എടുത്തു. സംഘാടക സമിതി ചെയർമാൻ K മധുസൂദനൻ, PP നാരായണൻ, K സുധാകരൻ, VV സജീവൻ, VK ബാവ, AG അജിത് കുമാർ, PP പ്രസന്നകുമാരി, PK ലക്ഷ്മി, ഡോക്ടർ സംഗീത മോഹൻ, K രമ്യ, P ശ്യാമള തുടങ്ങിയവർ സംബന്ധിച്ചു. നീലേശ്വരം ബ്ലോക്കിന് കീഴിലുള്ള 35 ക്ഷീര സഹകരണ സംഘങ്ങളിൽ നിന്നായി 450 പ്രതിനിധികൾ സെമിനാറിൽ പങ്കെടുത്തു. നെറ്റ്വർക്ക് ന്യൂസ്, തൃക്കരിപ്പൂർ. ലോകത്തിന്റെ ഏത് കോണിലുമുള്ള തീവ്രവാദികളെ തകർക്കാൻ ഭാരത സർക്കാരും സേനയും സജ്ജരും പ്രാപ്തരുമാണെന്ന് തെളിയിക്കുന്നതാണ് ഓപ്പറേഷൻ സിന്ദൂർ എന്ന് BJP ദേശീയ നിർവാഹക സമിതി അംഗം PK കൃഷ്ണദാസ് അഭിപ്രായപ്പെട്ടു. BJP പടന്ന പഞ്ചായത്ത് കമ്മിറ്റി ഓഫീസിനായി ഉദിനൂരിൽ നിർമ്മിച്ച KG മാരാർ സ്മൃതി മന്ദിരം ഉദ്ഘാടനം ചെയ്ത് പ്രസംഗിക്കുകയായിരുന്നു അദ്ദേഹം. വിദേശത്തേക്കുള്ള ഭാരത പ്രതിനിധി സംഘങ്ങളിലൊന്നിന്റെ നേതൃത്വം ശശി തരൂരിനെ ഏൽപ്പിച്ചപ്പോൾ എതിർത്തത് അദ്ദേഹത്തിന്റെ മാതൃപാർട്ടിയായ കോൺഗ്രസ് ആണെന്നും രാഷ്ട്രമല്ല രാഷ്ട്രീയമാണ് പ്രധാനമെന്നും കോൺഗ്രസിന്റെ നടപടി തെളിയിച്ചെന്നും PK കൃഷ്ണദാസ് പറഞ്ഞു. ഇതൊരു സുന്ദരമായ ഒരു മുഹൂർത്തം തന്നെയാണ്. ഞാൻ മനസ്സിലാക്കുന്നത് മറ്റൊരു പ്രത്യേകത, മറ്റൊരു സവിശേഷത, ഈ മാരാർജി മന്ദിരം ഉദിനൂരിൽ പടുത്തുയർത്തിയത് ഏതെങ്കിലും കരിമണൽ മുതലാളിയിൽ നിന്ന് പണം വാങ്ങിയിട്ടല്ല, ചെയ്യാത്ത സേവനത്തിന് വേണ്ടിയിട്ട് ഏതെങ്കിലും മുതലാളിമാരിൽ നിന്ന് പണം വാങ്ങിയിട്ടല്ല ഈ മാരാർജി മന്ദിരം ഇവിടെ പടുത്തുയർത്തിയത്. അല്ലെങ്കിൽ സ്വർണ്ണക്കടത്തിലൂടെയോ ഡോളർ കടത്തിലൂടെയോ അല്ലെങ്കിൽ ഈന്തപ്പഴത്തിൽ സ്വർണം കടത്തിയിട്ട് ഉണ്ടായ പണത്തിൽ നിന്നോ അല്ല ഈ ഉദിനൂരിൽ മാരാർജി മന്ദിരം ഉയർത്തപ്പെട്ടത്. മറിച്ച് ഈ പ്രദേശത്തെ ദേശാഭിമാനികളായ ആദർശശാലികളായ ഭാരതീയ ജനതാ പാർട്ടിയുടെ പ്രവർത്തകരുടെ അവരുടെ വിയർപ്പിന്റെ രക്തത്തിന്റെ ഒരു ഭാഗം കൊണ്ടാണ് ഈ മാരാർജി മന്ദിരം ഇവിടെ പടുത്തുയർത്തിയത് എന്ന് അഭിമാനത്തോടുകൂടി പറയാൻ ആഗ്രഹിക്കുകയാണ്. മാരാർജി സ്മൃതി മന്ദിരത്തിലെ സ്വാമി വിവേകാനന്ദന്റെ പൂർണ്ണകായ പ്രതിമ BJP ജില്ലാ പ്രസിഡന്റ് ML അശ്വിനി അനാച്ഛാദനം ചെയ്തു. മുൻകാല പ്രവർത്തകരെ ചടങ്ങിൽ വെച്ച് ആദരിച്ചു. സ്വാഗത സംഘം ചെയർമാൻ K രവീന്ദ്രൻ അധ്യക്ഷത വഹിച്ചു. BJP ജില്ലാ ജനറൽ സെക്രട്ടറി PR സുനിൽ, മുൻ ജില്ലാ ജനറൽ സെക്രട്ടറി A വേലായുധൻ, തൃക്കരിപ്പൂർ മണ്ഡലം പ്രസിഡന്റ് TV ഷിബിൻ, നീലേശ്വരം മണ്ഡലം പ്രസിഡന്റ് സാഗർ ചാത്തമത്ത്, സംസ്ഥാന കൗൺസിൽ അംഗം M ഭാസ്കരൻ, ജില്ലാ കമ്മിറ്റി അംഗം T കുഞ്ഞിരാമൻ തുടങ്ങിയവർ സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, തൃക്കരിപ്പൂർ. കണ്ണപുരത്തെ BJP മുൻ ജില്ലാ കമ്മിറ്റി അംഗം മണിയമ്പാറ ബാലകൃഷ്ണനും കുടുംബാംഗങ്ങളും CPM-ഉമായി സഹകരിച്ച് പ്രവർത്തിക്കും. കണ്ണപുരം ചൈനാക്ലേ റോഡിന് സമീപം സംഘടിപ്പിച്ച രാഷ്ട്രീയ വിശദീകരണ യോഗത്തിൽ CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം MV ജയരാജൻ സ്വീകരണ യോഗം ഉദ്ഘാടനം ചെയ്തു. BJP മുൻ ജില്ലാ കമ്മിറ്റി അംഗം കണ്ണപുരത്തെ മണിയമ്പാറ ബാലകൃഷ്ണനും കുടുംബാംഗങ്ങളും CPIM-ഉമായി സഹകരിച്ച് പ്രവർത്തിക്കും. കണ്ണപുരം ചൈനാക്ലേ റോഡിന് സമീപം സംഘടിപ്പിച്ച രാഷ്ട്രീയ വിശദീകരണ പൊതുയോഗത്തിൽ CPIM സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം MV ജയരാജൻ സ്വീകരണ യോഗം ഉദ്ഘാടനം ചെയ്തു. ഇതിനു മുമ്പ് ഒരിക്കലും ഇല്ലാത്ത വിധം കുതിച്ചുയർന്നു എന്ന് മാത്രമല്ല, ആകെയുള്ള ആസ്തിയുടെ 20% ഈ 5 കമ്പനികളുടെ മാത്രം കയ്യിലാണ്. 1% വരുന്ന അതിസമ്പന്നന്മാരുടെ കയ്യിലാണ് രാജ്യത്തിന്റെ സ്വത്തിന്റെ 40%. കഴിഞ്ഞ ഒരു വർഷത്തിനിടയിൽ മാത്രം 23% വർധനവ് കോർപ്പറേറ്റുകളുടെ സ്വത്തിലുണ്ടായി. അതേസമയം നമ്മുടെ നാട്ടിലെ ദാരിദ്ര്യം 17% വർദ്ധിച്ചു. ബാലകൃഷ്ണന്റെ ഭാര്യ T ശോഭന, മകൾ T ശാലിനി, മകളുടെ മകൾ T നന്ദന എന്നിവരെയും സ്വീകരിച്ചു. 52 വർഷത്തിലേറെ BJP-യുടെയും സംഘപരിവാർ സംഘടനകളുടെയും പ്രവർത്തന രംഗത്ത് സജീവമായിരുന്നു. കല്യാശ്ശേരി മണ്ഡലം വൈസ് പ്രസിഡന്റ്, കർഷക മോർച്ച ജില്ലാ ഉപാധ്യക്ഷൻ, അഴീക്കോട് മണ്ഡലം സെക്രട്ടറി, വൈസ് പ്രസിഡന്റ്, RSS കണ്ണപുരം സമ്പർക്ക് പ്രമുഖ്, പഴയങ്ങാടി ലേബർ വെൽഫെയർ കോഓപ്പറേറ്റീവ് സൊസൈറ്റി ഡയറക്ടർ എന്നീ നിലകളിൽ പ്രവർത്തിച്ചിരുന്നു. BJP ജില്ലാ കമ്മിറ്റി ഓഫീസ് ചുമതലയും വഹിച്ചിരുന്നു.
BJP നേതൃത്വത്തിലുള്ള സഹകരണ സംഘത്തിലെ ക്രമക്കേടിന് നടപടി സ്വീകരിക്കാത്തതിൽ പ്രതിഷേധിച്ചാണ് BJPയിൽ നിന്നും മണിയമ്പാറ ബാലകൃഷ്ണൻ രാജിവെച്ചത്. സ്വീകരണ യോഗത്തിൽ ഏരിയ സെക്രട്ടറി കെ നാരായണൻ അധ്യക്ഷത വഹിച്ചു. ജില്ലാ കമ്മിറ്റി അംഗം പി ഗോവിന്ദൻ, ഏരിയ കമ്മിറ്റി അംഗങ്ങളായ PP ഷാജിർ, TK ദിവാകരൻ, KV ശ്രീധരൻ, TV ലക്ഷ്മണൻ, M ശ്യാമള, T ചന്ദ്രൻ എന്നിവർ സംസാരിച്ചു. കണ്ണപുരം ഈസ്റ്റ് ലോക്കൽ സെക്രട്ടറി KV രാമകൃഷ്ണൻ സ്വാഗതം പറഞ്ഞു. നെറ്റ്വർക്ക് ന്യൂസ്, പഴയങ്ങാടി. 7 ദിവസങ്ങളിലായി പയ്യന്നൂരിൽ നടന്നുവന്ന ടി ഗോവിന്ദൻ അഖിലേന്ത്യാ വോളി പുരുഷ ഫൈനൽ മത്സരത്തിൽ ഇൻകം ടാക്സ് ചെന്നൈ ജേതാക്കളായി. വനിതാ വിഭാഗത്തിൽ ICF ചെന്നൈ ചാമ്പ്യന്മാരായി. ടൂർണമെന്റിന്റെ ഫൈനൽ ദിവസമായ ഞായറാഴ്ച കാണികളുടെ ഹൃദയമിടിപ്പ് കൂട്ടുന്ന പ്രകടനമായിരുന്നു നടന്നത്. വനിതാ വിഭാഗത്തിൽ സൗത്ത് സെൻട്രൽ റെയിൽവേയും കമ്പൈൻഡ് യൂണിവേഴ്സിറ്റി കേരളയും തമ്മിലായിരുന്നു മത്സരം. ഏകപക്ഷീയമായ 3 സെറ്റുകൾക്ക് റെയിൽവേ യൂണിവേഴ്സിറ്റിയെ തകർത്തു. സ്കോർ 26-24, 25-20, 25-19. കഴിഞ്ഞ മത്സരങ്ങളിൽ ഉണ്ടായിട്ടില്ലാത്ത വേഗവും ഒതുക്കവും ആർജിച്ച റെയിൽവേ കമ്പൈൻഡ് യൂണിവേഴ്സിറ്റി കേരളയെ നിലംപരിശാക്കുകയായിരുന്നു. മുൻപ് നടന്ന മത്സരങ്ങളിൽ ഗാലറിയെ ഇളക്കിമറിച്ച യൂണിവേഴ്സിറ്റി താരങ്ങളെ ഒരിക്കൽ പോലും ഫോമിലേക്ക് ഉയരുവാൻ സമ്മതിച്ചതേയില്ല. തുടർന്ന് പുരുഷ വിഭാഗത്തിൽ ഇൻകം ടാക്സ് ചെന്നൈയും ഇന്ത്യൻ എയർഫോഴ്സും തമ്മിലുള്ള ഫൈനൽ മത്സരം നടന്നു. സ്കോർ നില 25-19, 28-26, 22-25, 16-25, 15-9. ഗ്രൗണ്ട് സപ്പോർട്ട് ഏറെക്കുറെ ഉണ്ടായിരുന്നത് ഇന്ത്യൻ എയർഫോഴ്സ് ടീമിന് തന്നെയായിരുന്നു. എയർഫോഴ്സിന്റെ ഓരോ പോയിന്റും ഗാലറി ആഘോഷമാക്കി മാറ്റി. എന്നാൽ നിർണായകമായ 5ാമത്തെ സെറ്റിൽ ഇൻകം ടാക്സിന്റെ താരങ്ങളെ ഒരു തരത്തിലും പ്രതിരോധിക്കുവാൻ കഴിയാതെ എയർഫോഴ്സ് ടീം അടിയറവ് പറയുന്ന കാഴ്ചയാണ് ഗാലറി കണ്ടത്. 9-നെതിരെ 15 പോയിന്റുകൾ നേടി ആ സെറ്റ് ഇൻകം ടാക്സ് സ്വന്തമാക്കി. പയ്യന്നൂരിന്റെ കായിക മാമാങ്കത്തിന് തിരശീല വീഴുമ്പോൾ ഇൻകം ടാക്സ് ടീം കപ്പിൽ മുത്തമിട്ടു. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. ക്ഷേത്രകലാ അക്കാദമിയുടെ ആഭിമുഖ്യത്തിൽ നടക്കുന്ന ചെണ്ടമേളം 2024-25 ബാച്ചിലെ കുട്ടികളുടെ അരങ്ങേറ്റം മാടായിക്കാവ് സരസ്വതി മണ്ഡപത്തിൽ വെച്ച് നടന്നു. മുൻ MLA TV രാജേഷ് ഉദ്ഘാടനം ചെയ്തു. പരിശീലനം പൂർത്തിയാക്കിയ 35 കുട്ടികളുടെ അരങ്ങേറ്റമാണ് മാടായിക്കാവിൽ നടന്നത്. ക്ഷേത്രകലാ അക്കാദമി ചെയർമാൻ ഡോക്ടർ കാഞ്ഞങ്ങാട് രാമചന്ദ്രന്റെ അധ്യക്ഷതയിൽ നടന്ന ചടങ്ങിൽ കല്യാശ്ശേരി മുൻ MLA TV രാജേഷ് ഉദ്ഘാടനം നിർവഹിച്ചു. നമ്മുടെ പത്മശ്രീ വാദ്യകലയെ നമ്മുടെ രാജ്യത്തിൻ്റെ നെറുകയിലും അതോടൊപ്പം തന്നെ ലോകത്തിൻ്റെ നെറുകയിലും എത്തിച്ച ശ്രീകണ്ണായ ശ്രീ കുഞ്ഞിരാമമാല ക്ഷേത്രകലാ അക്കാദമിയുടെ സെക്രട്ടറി സ്വാഗതം ആശംസിച്ചാണ്. കേന്ദ്ര സംഗീത നാടക അക്കാദമി അവാർഡ് ജേതാവ് വാദ്യപ്രവീൺ ചെറുതാഴം കുഞ്ഞിരാമൻ മാരാർ മുഖ്യാതിഥിയായി. മാടായിക്കാവ് മാനേജർ N നാരായണ പിടാരർ, ക്ഷേത്ര നവീകരണ സമിതി കൺവീനർ KV ബൈജു, കരേടം ചന്ദ്രൻ മാരാർ, സന്തോഷ് മുള്ളിക്കോട്, ജിഗേഷ് കുമാർ, വനജ U, ക്ഷേത്രകലാ അക്കാദമി സെക്രട്ടറി കൃഷ്ണൻ നടുവലത്ത്, അമ്പിളി R എന്നിവർ സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പഴയങ്ങാടി. പയ്യന്നൂർ കൊക്കാനിശ്ശേരി ബ്രദേഴ്സ് ക്ലബിന്റെ നേതൃത്വത്തിൽ സ്വാമി ആനന്ദതീർത്ഥ സ്മാരക ഗ്രന്ഥാലയത്തിന്റെ സഹകരണത്തോടെ സംഘടിപ്പിച്ച OLPP ക്യാമ്പ് സമാപിച്ചു. ക്ലബിന്റെ 30ാം വാർഷിക ഉദ്ഘാടനവും വ്യത്യസ്ത മേഖലകളിൽ കഴിവ് തെളിയിച്ച കുട്ടികൾക്കുള്ള OLPP അവാർഡ് വിതരണവും പ്രശസ്ത സംഗീത സംവിധായകൻ മോഹൻ സിത്താര നിർവഹിച്ചു. വേനലവധിക്കാലത്ത് മൊബൈൽ ഫോണിലും കമ്പ്യൂട്ടറിലും സമയം കളയുന്ന കുട്ടികളെ നാടൻ കളികളുടെ ലോകത്തേക്ക് തിരിച്ചു കൊണ്ടുവരികയെന്ന ലക്ഷ്യത്തോടെ പയ്യന്നൂർ കൊക്കാനിശ്ശേരി ബ്രദേഴ്സ് ക്ലബിന്റെ നേതൃത്വത്തിൽ സ്വാമി ആനന്ദതീർത്ഥ സ്മാരക ഗ്രന്ഥാലയത്തിന്റെ സഹകരണത്തോടെ സംഘടിപ്പിച്ച OLPP ക്യാമ്പ് സമാപിച്ചു. ക്ലബിന്റെ 30ാം വാർഷിക ഉദ്ഘാടനവും വ്യത്യസ്ത മേഖലകളിൽ കഴിവ് തെളിയിച്ച കുട്ടികൾക്കുള്ള OLPP അവാർഡ് സമർപ്പണവും സംഗീത സംവിധായകൻ മോഹൻ സിത്താര നിർവഹിച്ചു. മ്യൂസിക് ഡയറക്ടറാണെന്നുള്ള ചിന്ത പോലും ഉണ്ടായിട്ടില്ല. അതിന് മ്യൂസിക് ഡയറക്ടർ അവൻ്റെ എത്രയോ പഠിക്കണം. അതൊരു ഭാഗ്യം കൊണ്ട് മാത്രമാണ് ഞാൻ മ്യൂസിക് ഡയറക്ടർ ചെയ്ത് പഠിക്കാം. പഠിക്കാം, പക്ഷേ നമുക്ക് ഐഡിയ കാര്യങ്ങളൊക്കെ നമ്മൾ അറിഞ്ഞിട്ടല്ല ചെയ്യുന്നത്. ഇപ്പോൾ നിങ്ങൾ
ഒക്കെ ആ സമയത്ത് എന്തോ ദൈവം എന്നിലേക്ക് തരാണ്. ഇപ്പം ഞാൻ ചെയ്ത കുറേ പാട്ടുകളുണ്ട് ഏതൊന്നും എനിക്ക് വലിയ പിടിയൊന്നുമില്ല. ആ പാട്ടുകളൊക്കെ ആ സമയത്ത് വരുന്നു, അത് റെക്കോർഡിങ് കഴിയണു, പിന്നെ അത് മറക്കുന്നു, പിന്നെ അടുത്ത പാട്ടിലേക്ക് പോകുന്നു. ഭിന്നശേഷി കുട്ടികൾക്കുള്ള ചിറക പുരസ്കാരം PT ശബരിനാഥും, സ്പോർട്സ് ആൻഡ് ഗെയിംസ് സിദ്ധാർത്ഥ ദിനേശിനും, ഡ്രോയിങ് ആൻഡ് പെയിന്റിംഗ് SN ദക്ഷിണയ്ക്കും, മ്യൂസിക്കിൽ വൈദേഹി വിനോദിനും, വിജ്ഞാനത്തിൽ CR അനുശ്രീ എന്നിവർക്കുമാണ് അവാർഡ് നൽകിയത്. ചടങ്ങിൽ ക്ലബ്ബ് പ്രസിഡന്റ് K ഷാജി അധ്യക്ഷത വഹിച്ചു. മുൻ ഫോക്ലോർ അക്കാദമി സെക്രട്ടറി M പ്രദീപ് കുമാർ ആമുഖ പ്രഭാഷണം നടത്തി. സ്വാമി ആനന്ദതീർത്ഥ സ്മാരക ഗ്രന്ഥാലയം പ്രസിഡന്റ് AKP നാരായണൻ ക്യാമ്പസ് സർട്ടിഫിക്കറ്റ് വിതരണം ചെയ്തു. മികച്ച പിന്നണി ഗായികയ്ക്കുള്ള ഫിലിം ക്രിറ്റിക്സ് അവാർഡ് നേടിയ ദേവനന്ദ ഗിരീഷ്, സംസ്ഥാന അണ്ടർ-15 ബാഡ്മിന്റൺ ചാമ്പ്യനായ മാധവ് B നമ്പ്യാർ എന്നിവരെ ചടങ്ങിൽ അനുമോദിച്ചു. K ജയരാജ്, MK ശ്യാംലാൽ, TP സുനിൽകുമാർ, ഗിരീഷ് കുന്നുമ്മൽ, സന്ദീപ് N പൈ തുടങ്ങിയവർ സംസാരിച്ചു. കലാസന്ധ്യ, ബ്രദേഴ്സ് ക്ലബ്ബ് വനിതാവേദിയുടെ ഒപ്പന, കാഞ്ഞങ്ങാട് അരയി ചിലമ്പലി അവതരിപ്പിച്ച പാട്ടും പറച്ചിലും തുടങ്ങിയ പരിപാടികൾ നടന്നു. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. പ്രൊഫസർ ശോഭീന്ദ്രൻ ഫൗണ്ടേഷന്റെ നേതൃത്വത്തിൽ ദേശീയ കർഷക പുരസ്കാര ജേതാവ് കണ്ടോത്തെ KBR കണ്ണന്റെ ജൈവ കൃഷിയിടത്തിലേക്ക് ഹരിതയാത്ര നടത്തി. യാത്രയുടെ ഭാഗമായി KBR കണ്ണന്റെ കൃഷിയിടത്തിൽ നടന്ന വിളവെടുപ്പ് ഉത്സവം വനമിത്ര പുരസ്കാര ജേതാവ് വടയക്കണ്ടി നാരായണൻ ഉദ്ഘാടനം ചെയ്തു. പ്രൊഫസർ ശോഭീന്ദ്രൻ ഫൗണ്ടേഷന്റെ നേതൃത്വത്തിൽ ദേശീയ കർഷക പുരസ്കാര ജേതാവ് കണ്ടോത്തെ KBR കണ്ണന്റെ ജൈവ കൃഷിയിടത്തിലേക്ക് ഹരിതയാത്ര സംഘടിപ്പിച്ചു. യാത്രയുടെ ഭാഗമായി കൃഷിയിടത്തിൽ നടന്ന 3ാം ഘട്ട വിളവെടുപ്പ് കേരള സർക്കാരിന്റെ വനമിത്ര പുരസ്കാര ജേതാവ് വടയക്കണ്ടി നാരായണൻ ഉദ്ഘാടനം ചെയ്തു. യാത്ര ചെയ്യണമെങ്കിൽ ആ വീട്ടിന് ഒരുപാട് പ്രത്യേകതകളുണ്ടാകും. അത് KBR കണ്ണേട്ടൻ എന്ന ഒരു ഇതിഹാസത്തിൻ്റെ വീടാണ്. KBR കണ്ണേട്ടനെ നമുക്ക് നിർവചിക്കാൻ കഴിയില്ല. അദ്ദേഹം കർഷകനാണോ എന്ന് ചോദിച്ചാൽ കർഷകനാണ്. അദ്ദേഹം മജീഷ്യനാണോ എന്ന് ചോദിച്ചാൽ മജീഷ്യനാണ്. അദ്ദേഹം ക്ഷീര കർഷകനാണോ എന്ന് ചോദിച്ചാൽ ക്ഷീര കർഷകനാണ്. അദ്ദേഹം എഴുത്തുകാരനാണോ എന്ന് ചോദിച്ചാൽ എഴുത്തുകാരനാണ്. പരിസ്ഥിതി പ്രവർത്തകനാണോ എന്ന് ചോദിച്ചാൽ പരിസ്ഥിതി പ്രവർത്തകനാണ്. സിനിമാ നടൻ ലത്തീഫ് കുറ്റിപ്പുറം കാർഷിക ഉൽപ്പന്നങ്ങൾ ഏറ്റുവാങ്ങി. ഫൗണ്ടേഷൻ രക്ഷാധികാരി ഡോക്ടർ ദീപേഷ് കരിമ്പുങ്കര അധ്യക്ഷത വഹിച്ചു. സ്വപ്ന തിരുവനന്തപുരം മുഖ്യാതിഥിയായി. സരസ്വതി ബിജു പരിസ്ഥിതി കവിത ചൊല്ലി. ഹംസ പയ്യോളി മാജിക് അവതരിപ്പിച്ചു. മില്ലറ്റിനെ കുറിച്ച് മോഹനബാബു എഴുതിയ പുസ്തകവും KK ബിനീഷ് കുമാർ വളർത്തിയെടുത്ത വൃക്ഷത്തൈകളും യാത്രയിലെ മുഴുവൻ അംഗങ്ങൾക്കും കൈമാറി. അഹമ്മദ് ബറാമി KBR കണ്ണനെ ആദരിച്ചു. യാത്രയുടെ കോർഡിനേറ്റർ PK വികാസ്, AK ഗ്രിജേഷ് കുമാർ, സഫീറ നസീർ, ഡോക്ടർ ലിബീഷ് കുമാർ, T സീനത്ത, മുഹമ്മദ് കോയ, റസാഖ് കല്ലേരി തുടങ്ങിയവർ സംസാരിച്ചു. യാത്രാംഗങ്ങൾക്ക് ഹരിത സർട്ടിഫിക്കറ്റ് നൽകി. യാത്രാംഗങ്ങൾക്ക് പ്രാതലിന് വിവിധതരം ചക്കപ്പഴങ്ങൾ, മാമ്പഴങ്ങൾ, വാഴപ്പഴങ്ങൾ തുടങ്ങിയവ നൽകി. ജൈവ ഉച്ചഭക്ഷണവും ജൈവ ഫ്രൂട്ട് സലാഡും നൽകി. ഗൃഹാങ്കണത്തിൽ നടന്ന ചടങ്ങിൽ KBR കണ്ണൻ വിവിധ കൃഷിരീതികളെക്കുറിച്ചും മോഹനബാബു മില്ലറ്റിനെക്കുറിച്ചും ക്ലാസുകൾ എടുത്തു. കന്നുകാലി ഫാം, മില്ലറ്റ് കഫേ എന്നിവയും സന്ദർശിച്ചു. യാത്രാംഗങ്ങൾക്ക് മില്ലറ്റ് വിഭവങ്ങൾ നൽകി. വിവിധതരം മില്ലറ്റുകൾ വാങ്ങാനുള്ള സൗകര്യവും ജൈവ വിത്തുകളുടെ കൈമാറ്റവും യാത്രയുടെ ഭാഗമായി നടന്നു. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. ചെറുതാഴം ഗ്രാമപഞ്ചായത്ത് കൃഷിഭവൻ കാർഷിക കർമ്മസേനയുടെയും കുടുംബശ്രീ CDSന്റെയും സംയുക്താഭിമുഖ്യത്തിൽ നടത്തിയ ചക്ക മാങ്ങ മേള പുതുതലമുറയ്ക്ക് നവ്യാനുഭവമായി. ചെറുതാഴം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് M ശ്രീധരൻ മേളയുടെ ഉദ്ഘാടനം നിർവഹിച്ചു. ചെറുതാഴം പഞ്ചായത്ത് പരിധിയിൽ ഉൽപ്പാദിപ്പിച്ച നാടൻ ചക്ക മാങ്ങ ഇനങ്ങളും കൂടാതെ വിവിധയിനം ഹൈബ്രിഡ് മാങ്ങകളുടെ പ്രദർശനവും വിൽപ്പനയും നടന്നു. ചക്ക, മാങ്ങ എന്നിവ കൊണ്ടുള്ള മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളുടെ പ്രദർശനവും വിപണനവും നടത്തി. ചെറുതാഴം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് M ശ്രീധരൻ ചക്ക മാങ്ങ മേള ഉദ്ഘാടനം ചെയ്തു. നമ്മുടെ ഉൽപ്പന്നങ്ങൾ, നമ്മുടെ മാങ്ങയും നമ്മുടെ ചക്കയും നമ്മുടെ ജൈവ ഉൽപ്പന്നങ്ങൾ കൂടുതൽ നമുക്ക് ഉൽപ്പാദിപ്പിക്കുകയും അത് വിപണനം ചെയ്യുകയും അത് ഉപയോഗിക്കുകയും ചെയ്യുക എന്നുള്ളതാണ് ഇതിൻ്റെ സന്ദേശം. CDS ചെയർപേഴ്സൺ TV വസന്ത അധ്യക്ഷത വഹിച്ചു. കൃഷി ഓഫീസർ ജയരാജൻ നായർ പദ്ധതി വിശദീകരിച്ചു. വൈസ് പ്രസിഡന്റ് PP രോഹിണി, വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ TV ഉണ്ണികൃഷ്ണൻ, ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ MT സബിത, ഗ്രാമപഞ്ചായത്ത് അംഗങ്ങൾ, ഉദ്യോഗസ്ഥർ, കാർഷിക കർമ്മസേന അംഗങ്ങൾ, കുടുംബശ്രീ പ്രവർത്തകർ എന്നിവർ പരിപാടിയിൽ പങ്കെടുത്തു. വിവിധയിനം നാടൻ മാങ്ങകളും ചക്കകളും അവയുടെ വിവിധ വിഭവങ്ങളായ ചക്കപ്പായസം, ചക്കപ്പുഴുക്ക്, അച്ചാർ, ചക്കപ്പപ്പടം, മാങ്ങ സ്ക്വാഷ്, ജെല്ലി, സാലഡുകൾ എന്നിവ രുചിച്ചു നോക്കാനും വിപണനം നടത്താനും നൂറുകണക്കിന് ആളുകൾ പരിപാടിയിലേക്ക് എത്തിച്ചേർന്നു. നെറ്റ്വർക്ക് ന്യൂസ്, പിലാത്ര. ചെറുകുന്ന് ഹൈസ്കൂൾ ഗ്രൗണ്ടിൽ നടന്ന
കെ കരുണാകരൻ സ്മാരക സെവൻസ് ഫുട്ബോൾ ടൂർണമെന്റ് സമാപിച്ചു. MYT കടന്നപ്പള്ളി 1-നെതിരെ 4 ഗോളുകൾക്ക് കരിപ്പാൽ ഹോളിഡേയ്സ് മലബാർ ബസ് ക്ലബ്ബ് പയ്യന്നൂരിനെ പരാജയപ്പെടുത്തി. വിജിൻ MLA വിജയികൾക്ക് സമ്മാനദാനം നിർവഹിച്ചു. കഴിഞ്ഞ ഒരാഴ്ചക്കാലമായി ചെറുകുന്നിൽ നടന്നുവന്ന ഫുട്ബോൾ ലഹരിക്ക് പരിസമാപ്തിയായി. ആയിരക്കണക്കിന് ആളുകളാണ് ഫൈനൽ മത്സരം കാണാനെത്തിയത്. നിശ്ചിത സമയത്തിലും ഇരു ടീമുകളും ഗോൾരഹിത സമനിലയിൽ കടന്നതിനാൽ പെനാൽറ്റി ഷൂട്ടൌട്ടിൽ MYT കടന്നപ്പള്ളി 1-നെതിരെ 4 ഗോളുകൾക്ക് കരിപ്പാൽ ഹോളിഡേയ്സ് മലബാർ ബസ് ക്ലബ്ബ് പയ്യന്നൂരിനെ പരാജയപ്പെടുത്തി. വിജിൻ MLA വിജയികൾക്ക് സമ്മാനദാനം നിർവഹിച്ചു. ഇത് കായിക പ്രേമികളുടെ എണ്ണം കൊണ്ട് 10,000-കണക്കിന് കായിക പ്രേമികളെ ചേർത്ത് പിടിച്ച ഒരു മണ്ണ് മുന്നോട്ട് വരുന്നു എന്നത് അതാണ് നമ്മുടെ ലാഭം, അതാണ് ഈ നാടിലെ ലാഭം. തീർച്ചയായും ലാഭമായ ഈ കായിക പ്രേമികളുടെ എണ്ണം കൊണ്ട് സമ്പന്നമായ ഈ ടൂർണമെന്റ് ഒരു വലിയ വിജയത്തിലേക്ക് നീങ്ങുകയാണ്. തീർച്ചയായും ഈ ഗ്രൗണ്ടിനെ നേരത്തെ ഇവിടെ സൂചിപ്പിച്ചതുപോലെ കൂടുതൽ നവീകരിക്കുക എന്ന ഉത്തരവാദിത്തം ജനപ്രതിനിധികൾക്കുണ്ട്. അതുകൊണ്ടാണ് 1.5 കോടി രൂപ വെച്ചുകൊണ്ട് ഈ ഗ്രൗണ്ട് നവീകരിക്കാൻ തീരുമാനിച്ചത്. സമാപന സമ്മേളനത്തിൽ കല്യാശ്ശേരി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് PP ഷാജിർ അധ്യക്ഷത വഹിച്ചു. സംഘാടക സമിതി കൺവീനർ T പുരുഷു, R ഹിരേഷ് എന്നിവർ സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ് പഴയങ്ങാടി. വിളയാങ്കോട് വിറാസ് കോളേജ് NSS യൂണിറ്റ് നിർമ്മിച്ച സ്നേഹവീട് ഉടമസ്ഥർക്ക് സമർപ്പിച്ചു. വാദിഹുദ ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് MD SAP അബ്ദുൾ സലാം താക്കോൽ കൈമാറി. വിളയാങ്കോട് വാദിഹുദ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് റിസർച്ച് ആൻഡ് അഡ്വാൻസ്ഡ് സ്റ്റഡീസ് NSS യൂണിറ്റ് നിർമ്മിച്ച സ്നേഹവീട് ഉടമസ്ഥർക്ക് സമർപ്പിച്ചു. വാദിഹുദ ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് MD SAP അബ്ദുൾ സലാം താക്കോൽ കൈമാറി. സ്വന്തമായി ഭൂമി വാങ്ങാൻ പോലും ബുദ്ധിമുട്ടുള്ള കാലത്ത് അതിന് സാധിക്കാത്തവർക്ക് വീട് വെച്ചു നൽകുക എന്നത് സമൂഹത്തിന് നൽകാവുന്ന ഏറ്റവും മികച്ച മാതൃകയാണെന്ന് അദ്ദേഹം പറഞ്ഞു. കണ്ണൂർ യൂണിവേഴ്സിറ്റിയും കൊച്ചൌസേപ്പ് ചിറ്റിലപ്പള്ളി ഫൗണ്ടേഷനും വിറാസ് NSS യൂണിറ്റും ചേർന്നാണ് ചെറുതാഴം പഞ്ചായത്തിലെ കുളപ്പുറത്ത് സ്നേഹവീട് നിർമ്മിച്ചു നൽകിയത്. വിറാസ് പ്രിൻസിപ്പൽ ഡോക്ടർ അബു ഇഷാഖ് PK ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. വിറാസ് ഡയറക്ടർ എഞ്ചിനീയർ മുഹമ്മദ് റിയാസ് TK, എക്സിക്യൂട്ടീവ് ഓഫീസർ ആലിക്കുട്ടി K, HR ഡയറക്ടർ SAP അബ്ദുൽ കലാം ആസാദ്, വൈസ് പ്രിൻസിപ്പൽ ഡോക്ടർ അഖിൽ R, പഞ്ചായത്ത് അംഗം TV കമല, കുളപ്പുറം വായനശാല സെക്രട്ടറി TT രാഗേഷ്, രഹ്നാസ് T, റിദ ആയിഷ M തുടങ്ങിയവർ സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ് പിലാത്ര. IT EK നയനാർ സ്മാരക വായനശാല ഗ്രന്ഥാലയത്തിന്റെ നേതൃത്വത്തിൽ ഹത്തന ഉദയ സിനിമയുടെ അഭിനേതാക്കൾക്കും അണിയറ പ്രവർത്തകർക്കുമുള്ള അനുമോദനവും അനുഭവങ്ങൾ പങ്കുവയ്ക്കലും നടന്നു. സിനിമാ സംവിധായകനും തിരക്കഥാകൃത്തുമായ മനോജ് ഖാന ഉദ്ഘാടനം ചെയ്തു. ലോകം ഏറ്റവും ശ്രദ്ധിക്കപ്പെട്ട എല്ലാ സിനിമകളും പ്രാദേശിക വിഷയങ്ങൾ എടുത്ത് ചെയ്തിട്ടുള്ള സിനിമകളാണെന്നും ആ അർത്ഥത്തിൽ ഹത്തനെ ഉദയ എന്ന സിനിമയ്ക്ക് ഒരുപാട് സാധ്യതകളുണ്ടെന്നും സംവിധായകൻ മനോജ് ഖാന പറഞ്ഞു. IT EK നയനാർ സ്മാരക വായനശാല ഗ്രന്ഥാലയത്തിന്റെ നേതൃത്വത്തിൽ ഹത്തനെ ഉദയ എന്ന സിനിമയുടെ അഭിനേതാക്കൾക്കും അണിയറ പ്രവർത്തകർക്കുമുള്ള അനുമോദനവും അനുഭവങ്ങൾ പങ്കുവെക്കലും ചടങ്ങ് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മനോജ് ഖാന. വായനശാല പ്രസിഡന്റ് സിദ്ധുലാൽ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ ഹോസൂർഗ് താലൂക്ക് ലൈബ്രറി കൗൺസിൽ പ്രസിഡന്റ് P വേണുഗോപാലൻ മാസ്റ്റർ ഉപഹാര സമർപ്പണം നടത്തി. തുടർന്ന് സിനിമാ പ്രവർത്തകരായ അമ്മിണി ചന്ദ്രാലയം, ശ്രീധരൻ നമ്പൂതിരി, രാജീവൻ വെള്ളൂർ, ശശി IT, ഭാസ്കര പണിക്കർ, PC ഗോപാലൻ, ഷൈനി വിജയൻ, വത്സൻ തൃക്കരിപ്പൂർ, ലസിത നീലേശ്വരം, രജീഷ് പൊതാവൂർ, രാജേഷ് കാര്യത്ത് തുടങ്ങിയവർ അനുഭവങ്ങൾ പങ്കുവച്ചു. ഹത്തനെ ഉദയ സിനിമയുടെ സംവിധായകനും തിരക്കഥാകൃത്തുമായ AK കുഞ്ഞിരാമ പണിക്കർ മറുമൊഴി ഭാഷണം നടത്തി. KV സജിത്ത് നന്ദി പ്രകാശിപ്പിച്ചു. നെറ്റ്വർക്ക് ന്യൂസ് തൃക്കരിപ്പൂർ. എരമം കുറ്റൂർ ഗ്രാമപഞ്ചായത്ത് വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി എരമം കുറ്റൂർ കൃഷിഭവൻ കാർഷിക കർമ്മസേനയ്ക്ക് വേണ്ടി വെള്ളോറയിൽ പുതുതായി പണികഴിപ്പിച്ച നഴ്സറിയുടെ ഉദ്ഘാടനം നടന്നു. പഞ്ചായത്ത് പ്രസിഡന്റ് TR രാമചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. എരമംകുറ്റൂർ ഗ്രാമപഞ്ചായത്ത് വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി എരമംകുറ്റൂർ കൃഷിഭവൻ കാർഷിക കർമ്മസേനയ്ക്ക് വേണ്ടി വെള്ളോറയിൽ പുതിയതായി പണിത നഴ്സറിയുടെ ഉദ്ഘാടനം പഞ്ചായത്ത് പ്രസിഡന്റ് TR രാമചന്ദ്രൻ നിർവഹിച്ചു. ഇവിടെ നമുക്ക് കൃഷിക്കാർക്ക് ആവശ്യമായിട്ടുള്ള എല്ലാവിധ തൈകളും, പ്രത്യേകിച്ച് പച്ചക്കറി തൈകളുടെ ഉൽപ്പാദനം, അതുപോലെ ഫലവൃക്ഷ തൈകൾ, കവുങ്ങ്, തെങ്ങ് തൈകൾ ഉൾപ്പെടെ നമുക്ക് ആവശ്യമെങ്കിൽ ഇവിടെ നല്ല നിലക്ക് ഉൽപ്പാദിപ്പിക്കാനും വിതരണം ചെയ്യാനും സാധിക്കുന്ന നിലയിലേക്കാണ് ഇതിൻ്റെ കാര്യങ്ങൾ നിർവഹിച്ചിട്ടുള്ളത്. അതിൻ്റെ ഭൗതിക സാഹചര്യങ്ങളൊക്കെ ആയി വന്നിട്ടുണ്ട്. വൈസ് പ്രസിഡന്റ് ഷൈനി ബിജേഷ് അധ്യക്ഷത വഹിച്ചു. പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷന്മാരായ TK രാജൻ, K സരിത, വാർഡ് മെമ്പർമാരായ വിജയൻ PP, ബാലകൃഷ്ണൻ CV, പ്രേമ സുരേഷ്, കർമ്മസേന സെക്രട്ടറി KP അപ്പനു മാസ്റ്റർ, കൃഷി ഓഫീസർ T കൃഷ്ണപ്രസാദ്, അസിസ്റ്റന്റ് കൃഷി ഓഫീസർ T തമ്പാൻ തുടങ്ങിയവർ സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ് പിലാത്ര.
കുഞ്ഞിമംഗലം പഞ്ചായത്ത് വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി മെൻസ്ട്രൽ കപ്പ് വിതരണവും ബോധവൽക്കരണവും സംഘടിപ്പിച്ചു. പഞ്ചായത്ത് ഹാളിൽ നടന്ന പരിപാടി പ്രസിഡന്റ് എ പ്രാർത്ഥന ഉദ്ഘാടനം ചെയ്തു. കുഞ്ഞിമംഗലം പഞ്ചായത്ത് 2024-25 വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി മെൻസ്ട്രൽ കപ്പ് വിതരണവും ബോധവൽക്കരണ ക്ലാസ് സംഘടിപ്പിച്ചു. പഞ്ചായത്ത് ഹാളിൽ നടന്ന പരിപാടി പ്രസിഡന്റ് എ പ്രാർത്ഥന ഉദ്ഘാടനം ചെയ്തു. 14 വാർഡുകളിൽ നിന്നായി 250ഓളം പേർക്കാണ് ഇത്തരത്തിൽ നമ്മൾ വിതരണം ചെയ്യുന്നത്. 75,000 രൂപ വകയിരുത്തിയാണ് അതിനുള്ള ഫണ്ട് നമ്മൾ നീക്കി വെച്ചിട്ടുണ്ടായിരുന്നത്. ആദ്യമായിട്ടാണ് പഞ്ചായത്ത് ഇത്തരത്തിലൊരു മെൻസ്ട്രൽ കപ്പ് എന്നുള്ളത് വിതരണം ചെയ്യുന്നത്. അതുമായി ബന്ധപ്പെട്ട് നമുക്കറിയാം, ഇന്ന് ഏറ്റവും കൂടുതലായിട്ട് നമ്മുടെ ആരോഗ്യ രംഗത്ത് മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്ന മെൻസ്ട്രൽ കപ്പ് നമ്മുടെ പരിസ്ഥിതിക്ക് ദോഷം വരാത്ത രീതിയിലുള്ള അതിനനുസരിച്ചുള്ള സാധനമാണ് ഇന്ന് വിപണിയിൽ ഇറക്കിക്കൊണ്ടിരിക്കുന്നത്. ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ കെ ശോഭ അധ്യക്ഷത വഹിച്ചു. വൈസ് പ്രസിഡന്റ് എം ശശീന്ദ്രൻ, കെ ജിഷ ബേബി, മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ഷീബ നായർ എന്നിവർ സംസാരിച്ചു. HLL പ്രതിനിധി ഡോക്ടർ സൂര്യകൃഷ്ണ ബോധവൽക്കരണ ക്ലാസ് നൽകി. നെറ്റ്വർക്ക് ന്യൂസ്, പിലാതറ. പയ്യന്നൂർ SS ടെമ്പിൾ റോഡ് അസോസിയേഷൻ കുടുംബസംഗമം പയ്യന്നൂർ OPM ഇന്നിൽ നടന്നു. സിനിമാ സംവിധായകൻ മനോജ് ഖാന ഉദ്ഘാടനം നിർവഹിച്ചു. പയ്യന്നൂർ SS ടെമ്പിൾ റോഡ് റെസിഡൻസ് അസോസിയേഷന്റെ 2025 വർഷത്തെ കുടുംബസംഗമം വിവിധ പരിപാടികളോടെ പയ്യന്നൂർ സെന്റ് മേരീസ് ജംഗ്ഷനിലുള്ള OPM ഇന്നിൽ വെച്ച് നടന്നു. സംവിധായകൻ മനോജ് ഖാന കുടുംബസംഗമത്തിന്റെ ഉദ്ഘാടനവും പ്രതിഭകളെ അനുമോദിക്കലും നിർവഹിച്ചു. ഇത് വയറിളക്കം വന്നു കഴിഞ്ഞാൽ കുടല് തന്നെ ദ്രവിച്ച് പോകും. അതാണ് ഇതിലൊരു പ്രത്യേകത. ഇതിന് ട്രീറ്റ്മെന്റ് ഇല്ല. ഞാൻ പല ഡോക്ടർമാർക്ക് സംസാരിച്ചിട്ടുണ്ടായിരുന്നു. മാക്സിമം പോയ ഒരാഴ്ച കൊണ്ട് അവർ മരിക്കും. ഇങ്ങനെ എത്രയോ പ്രായം ചെന്ന അമ്മമാര് മരിച്ചിട്ടുണ്ട്. ഈ സമയത്തെല്ലാം ഒരു ജീപ്പ് വിളിച്ചാൽ വരില്ല. ആ കോളനിയിലെ ആൾ അവർക്കറിയാം ഇതാണ് സ്ഥലം. അപ്പോൾ മുണ്ട് കൂട്ടിക്കെട്ടി ഈ ചെറിയ ആറൊക്കെ പുഴയെല്ലാം കടന്നിട്ടാണ് ചെറുപ്പത്തേക്ക് വേണ്ടത്. ഒരു വടിക്ക് ഈ തുണി ഇങ്ങനെ കൂട്ടിക്കെട്ടിയതിൻ്റെ ഉള്ളിൽ ഇവരെ ഇരുത്തി ആളുകളിങ്ങനെ ഇത് തോളിൽ ചുമന്നിട്ടൊക്കെയാണ് ഈ പുഴ കടന്ന്. ഇപ്പൊ അത് മഴക്കാലത്തൊക്കെയാണ് അതീവ ഭീകരമാണ് യാത്ര. ചടങ്ങിൽ പ്രസിഡന്റ് KP രാജശേഖരൻ അധ്യക്ഷത വഹിച്ചു. KP രവീന്ദ്രൻ സ്വാഗതം പറഞ്ഞു. നഗരസഭാ കൗൺസിലർമാരായ KK കുമാർ, K ചിത്ര, റെസിഡൻസ് അസോസിയേഷൻ വൈസ് പ്രസിഡന്റുമാരായ P ഗോപാലൻ, KK ബാലചന്ദ്രൻ, ജോയിന്റ് സെക്രട്ടറിമാരായ സരള B നമ്പ്യാർ, പ്രകാശ് ബാബു KV തുടങ്ങിയവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു. ട്രഷറർ U പ്രസാദ് നന്ദി പ്രകാശിപ്പിച്ചു. കലാകായിക വിദ്യാഭ്യാസ മേഖലകളിൽ കഴിവ് തെളിയിച്ച പ്രതിഭകളെ അനുമോദിച്ചു. തുടർന്ന് കുടുംബാംഗങ്ങൾ അവതരിപ്പിച്ച വിവിധ കലാപരിപാടികളും ഫുൾ ഓൺ DJ പയ്യന്നൂരിന്റെ നേതൃത്വത്തിൽ ഡാൻസ് പരിപാടികളും നടന്നു. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. അടുത്തതായി തായ്ക്കൊണ്ടോ സ്റ്റേറ്റ് ലെവലിൽ ഗോൾഡ് മെഡൽ അടുത്തതായി പയ്യന്നൂർ പൗരസമിതിയുടെ വാർഷിക ജനറൽ ബോഡി യോഗം അഡ്വക്കേറ്റ് K വിജയകുമാർ ഉദ്ഘാടനം ചെയ്തു. പൊതുയോഗത്തിൽ പുതിയ ഭാരവാഹികളെ തിരഞ്ഞെടുത്തു. പയ്യന്നൂർ പൗരസമിതി വാർഷിക ജനറൽ ബോഡി യോഗം അഡ്വക്കേറ്റ് K വിജയകുമാർ ഉദ്ഘാടനം ചെയ്തു. പയ്യന്നൂരിലേക്ക് ചുവട് വെച്ച് വരുമ്പോൾ ഒരു മകനെ പോലെയും സഹോദരനെ പോലെയും ഒക്കെ കൈപിടിച്ച് ഈ സമൂഹത്തിലേക്ക് പക്ഷേ സംരക്ഷിച്ചു കൊണ്ടുവന്ന ഒരുപാട് എൻ്റെ അച്ഛൻ സഖാവ് AVയുടെ സുഹൃത്തുക്കളോ അല്ലെങ്കിൽ അതിൻ്റെ രാഷ്ട്രീയമില്ല. NK ഭാസ്കരൻ അധ്യക്ഷത വഹിച്ചു. പത്രപ്രവർത്തകൻ T ഭരതൻ, കഥകളിയാശൻ K മാധവൻ എന്നിവരെ ആദരിച്ചു. സത്യനാഥൻ KV, IV മോഹനൻ,
MP രാമചന്ദ്രൻ, K ഗോപാലൻ നായർ, AK കൃഷ്ണദാസ്, K കുമാർ, C ശ്രീധരൻ തുടങ്ങിയവർ സംസാരിച്ചു. ഭാരവാഹികളായി NK ഭാസ്കരനെ പ്രസിഡന്റായും സത്യനാഥൻ KV ജനറൽ സെക്രട്ടറിയായും IV മോഹനനെ ട്രഷററായും തിരഞ്ഞെടുത്തു. നെറ്റ്വർക്ക് ന്യൂസ് പയ്യന്നൂർ. പ്രധാന വാർത്തകൾ വീണ്ടും. കേരളത്തിൽ തുടർഭരണത്തിന് വീണ്ടും ഒരു തുടർച്ചയുണ്ടാക്കാൻ സാധിക്കുന്ന സാഹചര്യം രൂപപ്പെട്ടിട്ടുണ്ടെന്ന് CPIM അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി MA ബേബി. CPIM പയ്യന്നൂർ ഏരിയ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ പയ്യന്നൂർ ഗാന്ധി പാർക്കിൽ സംഘടിപ്പിച്ച ജർമ്മൻ രാഷ്ട്രീയത്തിൽ മാനവരാശിയുടെ ചെങ്കൊടി ഉയർന്നതിന്റെ 80ാം വാർഷികാഘോഷം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കേരളത്തിൽ പശുവളർത്തൽ ലാഭകരമല്ലെന്ന് പറയുന്നത് ശരിയല്ലെന്ന് മന്ത്രി ജെ ചിഞ്ചുറാണി. ഇടയിലക്കാട് ക്ഷീരസഹകരണ സംഘത്തിന്റെ ഹൈജീനിക് മിൽക്ക് കളക്ഷൻ കേന്ദ്രത്തിന്റെ ഉദ്ഘാടനവും ക്ഷീരവികസന വകുപ്പിന്റെ നേതൃത്വത്തിൽ സംഘടിപ്പിക്കുന്ന സംസ്ഥാനത്തെ ആദ്യ ക്ഷീരകർഷക സംഗമവും ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അവർ. ലോകത്തിന്റെ ഏത് കോണിലുമുള്ള തീവ്രവാദികളെയും തകർക്കാൻ ഭാരത സർക്കാരും സേനയും സജ്ജരും പ്രാപ്തരുമാണെന്ന് തെളിയിക്കുന്നതാണ് ഓപ്പറേഷൻ സിന്ദൂർ എന്ന് BJP ദേശീയ നിർവാഹക സമിതി അംഗം PK കൃഷ്ണദാസ് അഭിപ്രായപ്പെട്ടു. പുതിനൂരിൽ നിർമ്മിച്ച KG മാരാർ സ്മൃതി മന്ദിരം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു PK കൃഷ്ണദാസ്. ന്യൂസ് അവർ സമാപിക്കുന്നു. നമസ്കാരം.